സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് വീണ്ടും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവൻ ഓർമ്മയുണ്ടോ? ഇത് നമ്മളെ സോളാർ ലൈറ്റ് ആണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയില്ല കേട്ടോ. ഇപ്പോൾ നല്ല വർക്കിംഗ് ആണ്. ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഈ ഒരു സാധനത്തിൽ വന്നില്ല. അപ്പോൾ ഇത് പൊട്ടിച്ചേർത്ത് ഞാൻ പറിച്ചതാണ്. ഇത് പറിക്കാൻ കാരണം പിന്നെ ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ ഈ സാധനം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇതുപോലെ എനിക്ക് ഇതിന് വെള്ളം കൊള്ളിച്ചില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. പല ആൾക്കാർ ഇത് വാങ്ങിയിട്ട് ഈ സാധനം അടിച്ചു പോലുണ്ട്. അത് വെള്ളം കൊണ്ടിട്ടാൽ ഈ സാധനം അടിച്ചു പോകുന്നുണ്ട്. ഇതിൻ്റെ ഈ സോളാർ പാനലാണല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങി കഴിഞ്ഞ് സാധനം അടിച്ചു പോകും. അപ്പോൾ ഇതിനൊരു എയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും സംബന്ധിച്ച് ഈ സാധനം കണ്ടല്ലോ, ഇതിലേക്കാണ് ബാറ്ററി ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ബാറ്ററി ജസ്റ്റ് കാണിച്ചു തരാം. ഈ ബാറ്ററി ആണല്ലോ, ഈ ബാറ്ററി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുണ്ടായ ബാറ്ററിയാണ്. ഈ ബാറ്ററി ഒന്നുമില്ല കേട്ടോ, വെറും ഒന്നുമില്ല. ഇത് ഞെങ്ങി കഴിഞ്ഞ് ഞെങ്ങും. പക്ഷേ ഇതിൻ്റെ ബാക്കപ്പ് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് മാത്രമേ ഈ ലൈറ്റ് വർക്ക് ചെയ്യൂ. അത് കഴിഞ്ഞാൽ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. അപ്പോൾ ഈ ഒരു ബാറ്ററി ആണല്ലോ, ഈ ബാറ്ററിനെ അപേക്ഷിച്ച് ആണല്ലോ താഴെ പോയി കണ്ടാ. ഇത് നമ്മളെ ലിഥിയൻ്റെ വലിയ ബാറ്ററിയാണ്, 3.7 വോൾട്ടിൻ്റെ. ഇത് നല്ല പവറുള്ള ബാറ്ററിയാണ്. അപ്പുറമൊക്കെ വയറൊക്കെ കൊടുത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീയൊക്കെ കത്തും. അപ്പോൾ ഈ ബാറ്ററി ഞാൻ ഈ ഒരു ബൾബിൻ്റെ ഈ സംഭവമാണല്ലോ ഇതിലേക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ ഇപ്പോൾ ഇതിൽ ചാർജും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിലാണ് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 9:30 രാത്രി 9:30 ഞാൻ ഈ ലൈറ്റ് ഓൺ ചെയ്തതാണ്. പിന്നെ ഈ ബട്ടണുകളല്ലോ ഓൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആ ഒരു മോഡ് ഉണ്ടല്ലോ, ആ മോഡിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ബാറ്ററി ചാർജ് ആകാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. ഈ ഒരു പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചാർജ് ചെയ്യാൻ ഏകദേശം കുറേ സമയം എടുക്കുന്നുണ്ട്. എന്തായാലും ചാർജ് ഫുള്ളൊന്നും ആവില്ല കേട്ടോ ചാർജ്. സാധാരണ നമ്മൾ മൊബൈലിൻ്റെ ചാർജറിൽ ഈ ഒരു ബാറ്ററി ചാർജ് ആണ് 4 മണിക്കൂർ ടൈം എടുക്കും ചാർജ് ആണെങ്കിൽ. ഇത് നല്ല ബാറ്ററി, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ബാറ്ററി. മറ്റേ ബാറ്ററി ആണ് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സംഭവം എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഒരു ലൈറ്റിൽ സാധാരണ ലൈറ്റ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ബാറ്ററി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഒരു ബാറ്ററി ഇതിലേക്ക് വെക്കാൻ പോവുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചാർജ് ആവില്ലാന്ന്. അപ്പോൾ അതിനൊരു മൊഡ്യൂൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആ മൊഡ്യൂൾ ഞാൻ ഇത് സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആ മൊഡ്യൂൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മീത്ത പാനലുണ്ട്, സോളാർ പാനൽ 12 വോൾട്ട് 10 വാട്ട്സിൻ്റെ പാനലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ഡയറക്റ്റ് നമ്മൾ ഒരു ഐ സിയിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഐ സിന്ന് അത് 5 വോൾട്ട് ആക്കിയിട്ട് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ലൈറ്റിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ബാറ്ററി വെച്ച് ചെക്ക് ചെയ്ത് നോക്കി. ഈ ലൈറ്റ് നേരത്തെ പറഞ്ഞല്ലോ 9 മണി തൊട്ട് ഏകദേശം നമ്മളെ രാവിലെ പുലരാനാകുമ്പോൾ വരെ ഈ സാധനം വർക്ക് ചെയ്തുകൊണ്ടുണ്ട്. ഫുൾ ടൈം നല്ല ബ്രൈറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഇതിൽ വെയിലടിക്കുന്ന സമയത്ത് അത് ലൈറ്റ് ഓഫായി. അതെനിക്ക് അറിയില്ല. ഇന്നിങ്ങനെ പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും. വെളിച്ചം വന്നു കഴിഞ്ഞാൽ ലൈറ്റ് കട്ട് ഓഫ് ആവും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് നേരെ ഇത് മൊത്തം കഴിച്ചിട്ട് നമുക്ക് ഈ ബാറ്ററി ഇതിങ്ങനെ വെച്ച് ശരിയായില്ല. നമുക്ക് ഇതിനുള്ളിലേക്ക് തന്നെ ബാറ്ററി സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലൈറ്റ് ഒന്ന് അയക്കാം കേട്ടോ. ഇതിന് വള്ളിയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തതാണ്. അതായത് ചുമരിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. നമുക്കിതിൻ്റെ ഈ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒന്ന് അയക്കാം. ചെറിയ സ്ക്രൂ വേണ്ടത്, വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. ഓക്കെ, ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം അയക്കിയെടുക്കാം. പിന്നെ എനിക്ക് ഈ ബാറ്ററി ഉണ്ടല്ലോ, ഈ ഒരു ബാറ്ററി, ആ ബാറ്ററി അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമുക്ക് അതിനെക്കാട്ടി നല്ലത് ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മളെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, അതിനകത്തുള്ള ബാറ്ററിയാണ്. അതിനകത്തെ ബാറ്ററി കംപ്ലൈൻറ്റ് വന്ന ബാറ്ററി നമ്മൾ എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇങ്ങനത്തെ 6 ബാറ്ററി കാണാൻ പറ്റും. അത് 6 കൂടിയിട്ടാണ് അത് വലിയ ബാറ്ററി ആണെന്നത്. അപ്പോൾ എനിക്ക് ആ ബാറ്ററി വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതല്ല ഉണ്ടെങ്കിൽ സർവീസ് സെൻ്റർ ഉണ്ട് ലാപ്ടോപ്പ്,
അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ സാധനം വാങ്ങാം. ഓക്കെ, ഇതേ നമ്മൾ തുറന്നിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഓക്കെ, ഇതിൻ്റെ ഉൾവശം ഞാൻ വയർ ഇതുപോലെ ഇതിൽ സോൾഡർ ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് കട്ട് ചെയ്യാം. ജസ്റ്റ് ഇവിടുന്ന് കട്ട് ചെയ്യാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്തേണ്ടി വരും. അപ്പോൾ ഞാൻ സ്ട്രിപ്പർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് വേണ്ട, ഇത് നമുക്ക് ആവശ്യമില്ല, അത് അവിടെ എടുക്കട്ടെ. ഇത് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ, വാങ്ങിയതല്ല. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവാണ്. ഇനി ഇത് നമുക്ക് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബാറ്ററിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു സാധനം കണ്ടല്ലോ. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബാറ്ററി. ഈ ഒരു ബാറ്ററി ഉണ്ടല്ലോ, ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൊഡ്യൂളാണിത്. പിന്നെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഇത് ഇവിടെ നമ്മൾ മൊബൈലിൻ്റെ USB, അതായത് ഇതുപോലത്തെ USB, ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിനടുത്താണ്. ഇതിലേക്ക് ഇതുവരെ കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ആ സമയത്ത് ഇവിടെ 2 ലൈറ്റ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൊരു ബ്ലൂവും ഒരു റെഡും ഉണ്ടാവും. നമ്മളിത് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ കത്തും. സോറി ഗൈസ്, ബ്ലൂ അല്ല, റെഡ് കത്തും. ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ബ്ലൂ കത്തും. അപ്പോൾ അതാണ് അതിൻ്റെ വർക്കിംഗ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും B- B+ നീരുണ്ടാവും. ഇവിടെ രണ്ടിലും ബാറ്ററിയാണ് കൊടുക്കേണ്ടത്. ബാറ്ററി നെഗറ്റീവും അതുപോലെ തന്നെ പോസിറ്റീവും. തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഔട്ട് നീറ്റാണല്ലോ, ഔട്ട് പോസിറ്റീവ്, ഇത് ഔട്ട് നെഗറ്റീവാണ്. അവിടെ നമ്മൾ ഔട്ടാണ് കൊടുക്കേണ്ടത്. കണ്ടാ, അപ്പോൾ ഇതാണ് നമ്മളെ മൊഡ്യൂള്. ഇത് ഞാൻ സ്ഥലത്ത് നിന്ന് പറിച്ചെടുത്താണ് ഇപ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്, കാരണം അവിടെ വില കുറഞ്ഞ് കിട്ടും. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഏകദേശം 150 രൂപ അങ്ങനെന്താണ് ഇതിൻ്റെ ഈ ഒറ്റ സാധനത്തിന് വില വരുന്നത്. അത് സെറ്റ് തന്നെ എടുക്കേണ്ടി വരും. അതായത് 300 രൂപയ്ക്കൊക്കെ കുറേ സാധനം കിട്ടുന്നത്, 3-5 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്കൊക്കെ വയർ സെറ്റ് ചെയ്യുക, അതിൻ്റെ ലിങ്ക് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ബാറ്ററിയുടെ ഔട്ട് അല്ല, ബാറ്ററി ഇൻപുട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ടാണ്, ഇൻപുട്ടായി ഔട്ടുമായി. അപ്പോൾ ഇത് നമ്മളെ ഇത് ഇവിടെ ബാറ്ററി കൊടുക്കും. അതിനുശേഷം ഇതിൻ്റെ ലോഡ് ഇത് ഔട്ട് ഉണ്ടല്ലോ, ഔട്ട് നമ്മൾ ഇതിൻ്റെ ഇതിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മളെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇതേമാതിരിയാണ് ബാറ്ററി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയുടെ ഔട്ട്പുട്ട് വരുന്നുണ്ടാവും, അതായത് ഔട്ട്പുട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്നുണ്ടാവും. അത് നേരെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഓക്കെ, ആ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ട, നമ്മളെ ഔട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുത്തി കഴിഞ്ഞാൽ ചാർജ് ആവും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നമ്മളെ USB കുത്തി കഴിഞ്ഞാൽ, USB ആണ്, C ടൈപ്പ് അല്ല കേട്ടോ. USB കുത്തി കഴിഞ്ഞാൽ ചാർജ് ആവും. അതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യൂട്ടത്. അപ്പോൾ സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സോളാറിലേക്കാണല്ലോ ചാർജ് ചെയ്യുന്നത്. അതായത് നമ്മളെ വലിയ പാൻ 12 വോൾട്ടിലേക്ക് നമ്മളെ കറണ്ടിൽ കുത്തിയിട്ട് എന്തായാലും ചാർജ് ചെയ്യുന്നില്ല. അതായത് USB മൊബൈൽ ചാർജർ യൂസ് ചെയ്ത് ചാർജ് ചെയ്യുന്നില്ല, കാരണം ഇവിടുത്തെ മൊബൈൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 12 വോൾട്ടിൻ്റെ പാനിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കത്തും. എനിക്കറിയാം, ഇത് 5 വോൾട്ടാണ്. ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം കത്തും. അപ്പോൾ നമുക്ക് 12 വോൾട്ടിന് 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ആക്കണം. അതിനുവേണ്ടി നമുക്കൊരു റെഗുലേറ്റർ IC ആവശ്യമുണ്ട്. അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ റെഗുലേറ്റർ IC, കണ്ടല്ലോ. ഇതിന് 10 രൂപ അങ്ങനെന്താണ് വില വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കാണുന്ന ലെഗിലേക്ക് സോളാറിൻ്റെ പോസിറ്റീവ് കൊടുക്കാമോ, 12 വോൾട്ടാണ്, 12 വോൾട്ട് കൊടുക്കുക. നെഗറ്റീവ് സെൻറ്ററിലും കൊടുക്കുക. അതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഒരു വയർ ഇങ്ങോട്ട് എടുക്കുക, ഈ ഒരു സൈഡിൽ നിന്ന് ഒരു വയർ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടുന്ന് 12 വോൾട്ട് കൊടുക്കുക, ഇവിടുന്ന് 5 വോൾട്ട് ഔട്ട് കിട്ടും. എനിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഈ ഒരു പിന്നാണ്, ഈ ഒരു പിന്ന് ഇത് സോളാറിൻ്റെ പോസിറ്റീവ്, ഈ സെൻറ്ററത്തെ പിന്ന് സോളാറിൻ്റെ നെഗറ്റീവ്. ഇങ്ങോട്ട് പോകുന്നതാണ് നമ്മളെ ഔട്ട്, 5 വോൾട്ട് ഔട്ട്. അത് നെഗറ്റീവ് ഇതിൽ നിന്ന് തന്നെ എടുക്കുക, പോസിറ്റീവ് ഈ ഒരു ലെഗിൽ നിന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കണക്ഷൻ എന്ന് പറയുന്നത്.
പിന്നെ ഇത് ഇങ്ങനെ കൊടുത്ത് വെക്കരുത്. ഇതിലേക്ക് നമ്മൾ ഹീറ്റ് സിങ്ക് കൊടുക്കണം. ഈ ഒരു ഹീറ്റ് സിങ്കിലേക്ക് ഈ സാധനം ഇങ്ങനെ വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്യണം കേട്ടോ. അതിലിത് നല്ല രീതിയിൽ ഹീറ്റാകുന്ന ഒരു സാധനമാണ്, ഹീറ്റാവും. അപ്പോൾ നമ്മൾ ഹീറ്റ് സിങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് വലിയ ഹീറ്റ് സിങ്ക് വേണം യൂസ് ചെയ്യുക, അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെക്കാം. ഓക്കെ, നമുക്ക് ഈ സിങ്കിലേക്ക് വെക്കണം ഒരു സാധനം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വയറ് സോൾഡർ ചെയ്യാനിട്ട് കാണാം കേട്ടോ. നമ്മളെ കണക്ഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മളെ കണക്ഷൻ. ഇവിടെ നമ്മളെ സോളാറിൻ്റെ ഇൻപുട്ടും ഇത് ബാറ്ററിയിലെ 5 വോൾട്ട് ഔട്ട്പുട്ടുമാണ്. അപ്പോൾ ഈ 5 വോൾട്ട് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ഈ ഒരു USB കണക്ട് ചെയ്യും. അതിനുശേഷം ഈ USB നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ സോളാർ കൊടുക്കും. ഇത് ഫുൾ ടൈം വർക്ക് ചെയ്യും. അതാണ് സംഭവം. പിന്നെ ഇതിനെ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഈ സാധനം അടിച്ച് പോകുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഹീറ്റിൻ്റെ ഫാനും കൂടി കൊടുക്കുക. അതും കൂടി അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വലിയ ഹീറ്റ് സിങ്കിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ചെക്ക് ചെയ്ത് വെക്കാം കേട്ടോ. സോ USB കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ട. അപ്പോൾ നമ്മളെ സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ USB എടുക്കുക. അതിനുശേഷം USB എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. ഓക്കെ, കണ്ട ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ടച്ച് ആകാൻ പാടില്ല, നമുക്ക് ടാപ്പ് ഇടേണ്ടി വരും. അതിനുശേഷം ഇവിടേക്ക് 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോളാറൊന്നും വേണമെന്നില്ല, നമ്മൾ അഡാപ്റ്റർ മതി, ഈ ലൈറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു പാനലിനും ഇത് വർക്ക് ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ആകുക വെച്ചാൽ കറക്റ്റായി എനിക്കറിയില്ല, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ 2 ലൈറ്റുള്ള ഞാൻ വാങ്ങിയത്. ഒരു ലൈറ്റ് ഇപ്പോഴും നമ്മളെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നമുക്ക് സോളാറിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മളെ സോളാറിൽ നിന്ന് വരുന്ന ഔട്ടാണിത്. ഓക്കെ, ഇത് നമ്മളെ നെഗറ്റീവ്, അതുപോലെ തന്നെ ഇത് പോസിറ്റീവാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. നമ്മളെ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് കൊടുക്കാൻ പോയാണ്. ഇത് നമ്മളെ പാനലിലെ നെഗറ്റീവാണ്, അത് ഇതിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോസിറ്റീവ് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അതെ നമ്മളെ ഇൻഡിക്കേറ്റർ ഇവിടെ കത്തിരി കാണാൻ പറ്റും. കാണാനല്ലേ, അതെ കണ്ട നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. ഇതിപ്പോൾ ചാർജിങ് ആണ്. ഈ ലൈറ്റ് ഇല്ല, ഇപ്പോൾ ചാർജിങ് ആണ്, ഇത് വർക്ക് ചെയ്യില്ല. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇല്ല, ബാറ്ററിയിൽ തുള്ളി ചാർജ് ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ചാർജിങ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. ഞാൻ ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ സംഭവം. ഇനി ഇതിലൊക്കെ അടിച്ചു കൂട്ടി ഞാൻ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ലൈറ്റ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പഠിച്ചു കാണും. ബാറ്ററിയൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി ഇപ്പോൾ വർക്കിംഗ് ആണ്. നമ്മളിപ്പോൾ വീടിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാനലിൽ ഇത് ചാർജ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഫുൾ ചാർജ് ആയാൽ നമുക്ക് പാനൽ ഓഫാക്കാം. പക്ഷെ പാനൽ ഓഫാക്കി എന്തായാലും വർക്ക് ചെയ്യില്ല. കാരണം ഇതിൻ്റെ പാനലുണ്ടല്ലോ, അതിൽ 9 വോൾട്ടിൻ്റെ 6 വോൾട്ടിൻ്റെ പാനൽ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് ചെറുങ്ങനെ ചാർജ് കൊണ്ട് വരും. പക്ഷേ ഏകദേശം ഇരുട്ട് വരേണ്ട സമയമാകുമ്പോൾ ആ സാധനം ഓൺ ആവും. അപ്പോൾ ഇവിടെ 9:30 ആകുമ്പോൾ ഏകദേശം രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യും. ആ സമയത്താണ് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന പുറത്തേക്ക് ഒരു ലൈറ്റ് ഉണ്ട്. സാധാരണ നമ്മൾ LED ലൈറ്റ് ഉണ്ടല്ലോ ക്യാൻഡിൽ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അടിയിലാണ് ഈ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ആ ഇതുണ്ടല്ലോ ലൈറ്റ് വെളിച്ചം, ആ വെളിച്ചത്തിൽ നമ്മൾ ഈ സോളാറിലടിക്കും. ആ സമയത്ത് നമ്മളെ ലൈറ്റ് ഓൺ ആവില്ല. നേരെ മറിച്ച് നമ്മളെ ഈ ക്യാൻഡിൽ ഓഫ് ആക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സോളാർ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഏകദേശം രാവിലെ 6 മണി, അതായത് നമ്മളെ വെളിച്ചം വരുന്ന സമയം വരെ ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.